ഇന്ന് നമുക്കുണ്ടല്ലോ പുളിഞ്ചി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പുളിഞ്ചി എന്ന് പറയുന്നത് സദ്യ പുളിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നോക്കി നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇലയിലിടുമ്പോൾ ഇതേപോലെ ഇരിക്കണം കേട്ടോ. ഞാൻ സ്മിത. അപ്പം നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? അയ്യോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ പുളിഞ്ചി ആട്ടം ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 250 ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ഗ്രാം പുളി ഞാനുണ്ടല്ലോ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം കുതിരാട്ടു. അതിനുശേഷം 2 വട്ടമായിട്ട് മൊത്തം 6 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മളിപ്പോൾ ഈ പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതാ തീ കത്തിച്ച് ചീനച്ചട്ടി ഇത് അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനച്ചട്ടി ഇതാ ചൂടായി. ഇതിലേക്ക് നമുക്കിതാ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഇതാ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ഒരു 1.5 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ കടുകൊക്കെ ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് ഇതാ ഒരു 8 വറ്റമുളകാണ് നടുമുറിച്ചെടുത്ത് വെക്കണേ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളകിൻ്റെ കളറൊക്കെ ഇതാ ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഇതാ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇട്ട് ഇതേപോലെ ഇട്ടപ്പം തന്നെ കേട്ടോ. നമുക്കിതാ അതിലേക്ക് എരിവിനനുസരിച്ച് ഒരു 6 മുളകാണ് അതേപോലെ കനം കുറച്ച് അരിഞ്ഞതാണ് വട്ടത്തിൽ. കൂടെ തന്നെ നമ്മൾ അതിലേക്ക് 250 ഗ്രാം പുളിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ഇഞ്ചിയാണ് നല്ല കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഇഞ്ചിക്ക് നല്ല പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഇഞ്ചും പുളിയാണ് നമ്മൾ വയ്ക്കണേ. അപ്പം ഇഞ്ചി നന്നായിട്ട് ഇടണം. പുളിഞ്ചി എന്ന് പറഞ്ഞിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇത്തിരി ഇഞ്ചി കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇഞ്ചും പുളിക്ക് നന്നായിട്ട് ഇഞ്ചി വേണം കേട്ടോ. ഇഞ്ചിയൊക്കെ ഇട്ടതാ ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ഇതേപോലെ ആവാൻ വേണ്ട കേട്ടോ. കൂടുതലായി പോവരുത്. ഈ ഒരു അളവിലാവാൻ പാടുള്ളൂ. ഈ സമയത്ത് നമുക്കിതാ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഞാനിതാ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളിലത്തെ ഒരു പച്ച കുത്ത് പോണ വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കതിലേക്കുണ്ടല്ലോ ഇതാ നമ്മുടെ പുളിയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് വറ്റി വരണം. അപ്പം അതിന് മുന്നായിട്ട് നമ്മളിതാ ഇപ്പം തന്നെ തീ കൂട്ടി വെച്ചുകൂട്ടെ നമ്മളതിലേക്ക് ഇടുന്നത് ചെറിയൊരു കഷ്ണം കായം. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് ഞാനൊരു കഷ്ണം കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു നുള്ള് നമ്മുടെ ഉലുവ പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓപ്ഷനാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇതാ ഞാൻ കണ്ടോ ഒരു 1/2 ടീസ്പൂൺ ഉപ്പുണ്ടാവും. അത്ര ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് തീരെ ഇളക്കാതെ ഇരിക്കരുത്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നേരം ഇളക്കാതിരിക്കുക. അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പം നോക്കിയതാ പുളിയൊക്കെ ഇട്ടിട്ട് കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്കുണ്ടല്ലോ ബെല്ലം ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതാ 250 ഗ്രാം പുളിക്ക് നമ്മളിതാ 300 ഗ്രാം ബെല്ലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ബെല്ലത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മണ്ണൊന്നും ഇല്ലാത്ത ബെല്ലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതല്ല സാധാ ബെല്ലാണെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബെല്ലം ഉരുക്കിയിട്ട് അതരിച്ച് ഇതിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പം ഞാനിതാ ഈ ബെല്ലം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പുളിഞ്ചി വയ്ക്കുമ്പോഴേ അത്യാവശ്യം ഇത്തിരി മധുരമൊക്കെ ഉണ്ടെങ്കിലാണ് പുളിഞ്ചിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം ഇനി ഇതാ നന്നായിട്ട് നമ്മുടെ ബെല്ലമൊക്കെ ഉരുകി ഒപ്പം തന്നെ നമ്മുടെ ഈ പുളി വെള്ളമൊക്കെ നന്നായി തിളച്ച് നല്ലൊരു ഭാഗം ആവണ വരെ കുറച്ച് സമയം നിൽക്കണം. കാരണം ഇത് നന്നായിട്ട് വറ്റും. അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ നമ്മുടെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഈ ഒരു അളവ് ഇട്ടാ കണ്ട. ഇപ്പം ഞാൻ കാട്ടിത്തരാം. ഇപ്പം നമ്മൾ ഒരു ഇലയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലിതാ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതാ ഇതേപോലെ ഇരിക്കും കേട്ടോ പുളിഞ്ചി. ഇതാണ് പാകം. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ ഇഞ്ചമ്പുളിയിൽ നമ്മൾ ബെല്ലം ഇട്ടിട്ടുണ്ട്. ബെല്ലം ഓരോ ബെല്ലത്തിനും മധുരത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇടയിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണോ ആ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ
നമ്മുടെ ഇഞ്ചമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായട്ടിനെ വിളിക്കട്ടെ കേട്ടാ. കണ്ടോ ദേ ഇതാണ് കേട്ടോ നമ്മുടെ പുളിഞ്ചിയുടെ അളവ്. ചൂടാറുന്നതിനനുസരിച്ച് ഒന്നും കൂടി കട്ടയാവും. അടി കാണുമ്പോഴാണ് ഒരു രസമുണ്ട്. സദ്യ പുളിഞ്ചി, പുളിഞ്ചിയല്ല ഇഞ്ചമ്പുളി. ഇഞ്ചമ്പുളി എപ്പോഴും പുളിഞ്ചിന്റെ പേരുള്ള ഇഞ്ചമ്പുളി. അത് കൈകൊണ്ടന്നെ തൊട്ട് നോക്കാം നമുക്ക്. അടിപൊളിയാ. നമുക്ക് വെറുതെ വേറെ ഒന്നും വേണ്ടത്. ശരിക്കും ഇത് പുളിഞ്ചി കൂട്ടി കഴിക്കാറില്ല നമ്മൾ പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെ പുളിഞ്ചി വെച്ചില് കുറവല്ലേ. എന്തെങ്കിലും വിശേഷം വരണല്ലോ വെക്കണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ സദ്യകൾക്ക് പോകണം. ഇത് നോക്കിക്കേ, അടിപൊളിയല്ലേ. അപ്പൊ എല്ലാവരും ഈ ഓണത്തിന് ഈ ഇഞ്ചമ്പുളിട്ടാ, പുളിഞ്ചില്ല ഇഞ്ചമ്പുളി വെച്ചോളോ. അപ്പൊ നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത ഡേറ്റ് ആണ്.